മക്കളെ, നമുക്കിവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് റാഷണൽ ആണോ ഇറാഷണൽ ആണോ, നമ്മളിപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. സാധാരണ ഒരു റാഷണൽ നമ്പർ എന്ന് പറയണത് എങ്ങനെയാണ്? അതൊരു P/Q ഫോമിൽ അറേഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഡെസിമൽ ആയിട്ടാണെങ്കിൽ നമുക്ക് പറയാം, ഒരു ടെർമിനേറ്റ് ചെയ്യുന്ന കേസാണെങ്കിൽ അത് റാഷണലാണ്. ഇനി ഇറാഷണൽ ആണെങ്കിലോ? ഇറാഷണൽ ആണെങ്കിൽ അത് നോൺ ടെർമിനേറ്റിങ്ങും ആയിരിക്കണം, നോൺ റിപ്പീറ്റിങ്ങും ആയിരിക്കണം. നമുക്ക് നോക്കാം. ക്ലാസിഫൈ ദി ഫോളോയിങ് നമ്പേഴ്സ് ആസ് റാഷണൽ ഓർ ഇറാഷണൽ. നമുക്ക് ആദ്യമേ √23. മക്കൾ ഈ √23 കണ്ടുപിടിച്ചിട്ട് അത് റാഷണലാണോ ഇറാഷണലാണോ എന്ന് സാർ ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് വെച്ച് മക്കൾ √23 ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്യണം. ആദ്യം നമുക്ക് എളുപ്പമുള്ളത് നോക്കാം. √225 ഇതെത്രയാ? നമുക്കെല്ലാവർക്കും അറിയാം √225 എന്ന് പറഞ്ഞാൽ 225ൻ്റെ സ്ക്വയർ റൂട്ട് 15 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇൻറ്റിജറാണ്, അല്ലെങ്കിൽ ഒരു ഹോൾ നമ്പറാണ്, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പറാണ്. അതെല്ലാം റാഷണൽ നമ്പേഴ്സാണ്. ഇതിനെയൊക്കെ നമുക്ക് P/Q ഫോമിലേക്ക് എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 0.3796. ഇത് റാഷണൽ നമ്പറാണോ? ഉറപ്പായിട്ടും റാഷണൽ നമ്പറാണ്. എന്തുകൊണ്ടാണ്? ഇത് ടെർമിനേറ്റിംഗ് ആണ്, ഇത് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥിതിക്ക് അത് റാഷണൽ നമ്പറാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കി, 0.478 എക്സെട്ര. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ 478 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുവാണ്. അപ്പം നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷേ റിപ്പീറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിങ്ങും റിപ്പീറ്റിങ്ങും ആണെങ്കിൽ അത് റാഷണൽ നമ്പറാണ്. നോൺ ടെർമിനേറ്റിങ്ങും നോൺ റിപ്പീറ്റിങ്ങും ആണെങ്കിലാണ് ഇറാഷണൽ നമ്പർ ആകുന്നത്. നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് നോക്കാം. ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നോൺ ടെർമിനേറ്റിംഗ് ആണ്, ഇത് അവസാനിക്കുന്നില്ല, എക്സെട്ര കൊടുത്തിട്ടുണ്ട്. പക്ഷേ റിപ്പീറ്റിംഗ് ആണോ നോൺ റിപ്പീറ്റിംഗ് ആണോ? ഇവിടെ 10 ആണ്, 1.10 വന്നു, അല്ലെങ്കിൽ 10 വന്നു, ഇത് 100 വന്നു, ഇത് 1000 വന്ന് ഓരോ പ്രാവശ്യം ഓരോ സീറോ കൂട്ടിക്കൂട്ടി വരിക. അപ്പം നമുക്ക് പറയാം ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, അതുപോലെ തന്നെ നോൺ റിപ്പീറ്റിങ്ങും ആണ്. അപ്പം നോൺ ടെർമിനേറ്റിങ്ങും നോൺ റിപ്പീറ്റിങ്ങും ആണെങ്കിൽ മാത്രമേ ഇറാഷണൽ നമ്പർ ആവുകയുള്ളൂ. ദെയർഫോർ അഞ്ചാമത്തേത് ഇറാഷണൽ നമ്പറാണ്. ഇനി √23 നമ്മൾ പറഞ്ഞു. √23 എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മക്കൾ √23 നമുക്കെല്ലാവർക്കും അറിയാം, റൂട്ട് കാണാൻ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ √23 ഇതുപോലെ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടിട്ട് സാർ ഈ പറയുന്ന പോലെ അത് നോൺ ടെർമിനേറ്റിങ്ങും നോൺ റിപ്പീറ്റിങ്ങും ആണെങ്കിൽ അത് ഇറാഷണൽ നമ്പറാണ്, അല്ലെങ്കിൽ അത് റാഷണൽ നമ്പറാണ്. അപ്പോൾ √23 മക്കൾ ചെയ്യണം, ഹോംവർക്കായിട്ട് ചെയ്തിട്ട് അത് റാഷണൽ നമ്പറാണോ ഇറാഷണൽ നമ്പറാണോ എന്ന് സാറിന് കമൻ്റായിട്ട് സാറിനെ എഴുതി അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ സാറിനെ വിളിച്ചാൽ മതി. വാട്സപ്പിൽ വിളിച്ചാൽ അല്ലെ ഹായ് അയച്ചാൽ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് മക്കളെ ലൈവായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിലേക്കും മക്കളൊന്ന് ഷെയർ ചെയ്യണം.